യഹൂദിയുടെയും ശമരിയയുടെയും ആയിരക്കണക്കിന് വർഷങ്ങളുള്ള ബൈബിൾ ചരിത്രമോ? ശമരിയയിലെ മോരയിലെ തെരേബിന്ദിൽ വെച്ച് എബ്രഹാമിന് ദൈവത്തിൻ്റെ ആദ്യ വാഗ്ദത്തം ലഭിച്ചത് ഈ പ്രദേശത്താണ്. യാക്കോബിൻ്റെ സ്വപ്നം ബഥേലിൽ വെച്ചാണ് സംഭവിച്ചത്, അതും ശമരിയയിൽ തന്നെ. എബ്രഹാമും സാറയും ഇസ്ഹാക്കും റബേക്കയും യാക്കോബും ലേയും യഹൂദിയുടെ തലസ്ഥാനമായ ഹെബ്രോനിൽ അടക്കം ചെയ്യപ്പെട്ടു. മധ്യ ശമരിയയിലെ ഷെക്കേമിലാണ് യോസഫിനെ അടക്കം ചെയ്തിരിക്കുന്നത്. ഷീലോവിൽ 369 വർഷക്കാലം ആ സമാഗമന കൂടാരം നിലനിന്നിരുന്നു. യഹൂദിയയിലെ ബേത്ലഹേമിലാണ് ബോവസ് രൂത്തിനെ വിവാഹം കഴിച്ചതും ദാവീദ് തൻ്റെ ആടുകളെ മേയിച്ചതും. ഇസ്രായേൽ ജനം യഹൂദിയയിലേക്കും ശമരിയയിലേക്കും മടങ്ങി വന്ന് നഗരങ്ങൾ പുനർനിർമ്മിക്കുമെന്നും ദേശം വീണ്ടും അഭിവൃദ്ധി പ്രാപിക്കുന്നത് കാണുമെന്നും പ്രവാചകന്മാരായ യെരമ്യാവും യഹസ്കേലും മുൻകൂട്ടി പറഞ്ഞു. യോഹന്നാൻ 4 ശമരിയക്കാരിയായ സ്ത്രീയുമായുള്ള യേശുവിൻ്റെ പ്രസിദ്ധമായ കൂടിക്കാഴ്ച ഉൾപ്പെടെ യേശു യഹൂദിയയിലും ശമരിയയിലും സഞ്ചരിച്ച് പഠിപ്പിച്ചു. യെരുശലേമിലെ പീഡനത്തിന് ശേഷം ആദിമസഭ ഈ പ്രദേശങ്ങളിലൂടെ വ്യാപിച്ചു. ഫിലിപ്പോസ് ശമരിയയിൽ പ്രസംഗിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്തു. ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന ഭൂമിശാസ്ത്രപരമായ സ്ഥാനങ്ങളിൽ 90% യഹൂദിയയിലും ശമരിയയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഈ പ്രദേശത്തെ ബൈബിൾ ചരിത്രത്തിൻ്റെ ഹൃദയമാക്കി മാറ്റുന്നു.